ദൈവത്തിന് നമ്മളെ പറ്റിയ ഒരു പദ്ധതിയുണ്ട്. നമ്മളെല്ലാം ദൈവത്തിന്റെ കയ്യിലെ കളിപ്പാട്ടങ്ങളാണ്. നമ്മളെ പൂർണ്ണമായി അവന് വിട്ടുകൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിത ലക്ഷ്യം പൂർത്തിയാകുന്നത്. നിങ്ങൾക്കും കളിപ്പാട്ടങ്ങളില്ലേ? കളിപ്പാട്ടങ്ങൾ നിങ്ങളോട് എന്തെങ്കിലും പറയാറുണ്ടോ? എന്നെ എടുക്കരുത്, എന്നെ തൊടരുത്, അങ്ങനെ എന്തെങ്കിലും? ഇല്ല. സൃഷ്ടിച്ച ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. പ്രാർത്ഥനയിലൂടെയാണ് ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്താണ് പ്രാർത്ഥനയെന്ന് നിങ്ങൾക്കറിയാമോ? ദൈവവുമായുള്ള സൗഹൃദ സംഭാഷണമാണ് പ്രാർത്ഥന. നിങ്ങളും പ്രാർത്ഥിക്കാറില്ലേ? ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. അത് കേൾക്കണമെങ്കിൽ മനസ്സ് ഏകാഗ്രമാക്കി നിശബ്ദമായിരുന്നാൽ മതി. അപ്പോ ദൈവം സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. നമ്മളെ വിട്ടുകൊടുക്കുന്നത് നിസ്സാര കാര്യമല്ല. സ്വാർത്ഥ താല്പര്യങ്ങളെ അവഗണിച്ച് വിട്ടുകൊടുക്കുമ്പോൾ നമ്മളൊരു പുതിയ സൃഷ്ടിയായി മാറും. അല്ലെങ്കിൽ അവൻ മാറ്റും. എന്താടി? ഒന്നുമില്ലടി. ജെന്നെ, ഞാൻ നിനക്കൊരു സാധനം തരട്ടെ? എന്ത് സാധനം? ഇത് നിനക്ക് തരാൻ പറഞ്ഞ് അലൻ തന്നതാ. ഓ, നിനക്ക് ഈ പണിയും ഉണ്ടോ? അയ്യോ ജെന്ന, നിനക്ക് തരാൻ പറഞ്ഞവൻ തന്നപ്പോ നീ അത് വാങ്ങിക്കൊണ്ടുവന്നു. ആഗ്നസേ, നീ ഇത്ര കാലമായിട്ട് എന്നെ മനസ്സിലാക്കിയില്ലല്ലോന്ന് ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം. ഞാൻ പറഞ്ഞതാ നിനക്കിത് ഇഷ്ടാവില്ലെന്ന്, പക്ഷെ അവൻ നിർബന്ധിച്ച് തന്നതാ. ദേ, ഞാനിത് ഇവിടെ വെച്ച് തന്നെ കയറി കളഞ്ഞേക്കാം. നീ എന്താ സ്വപ്നം കണ്ടിരിക്കുക? ഈ ചെറുക്കനെ കൊണ്ട് ഞാൻ തോറ്റു. ആ, നീ എന്താ രാവിലെ തന്നെ? പള്ളി നിന്നെ കണ്ടില്ലല്ലോ. ഞാൻ പള്ളിയിലൊന്നും പോയതല്ല, നിന്നെ കാണാൻ വന്നതാ. അല്ല, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, പിന്നെ ഞാനിതൊക്കെ പറയണോ? കുറെ നാളായാലും ഇങ്ങനെ നിന്റെ പിറകെ നടക്കണു. നീ തന്നെ എങ്ങനെ അവഗണിക്കണത്? പഠിച്ചു നടക്കേണ്ട കാലത്ത് പ്രേമിച്ചു നടക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞതല്ലേ. എനിക്ക് എന്റെ ലൈഫിനെ കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട്. അപ്പോ എനിക്കതില്ലെന്ന്. നീ നാളെ എന്തായാലും ഇതിനൊരു തീരുമാനം പറയണം. ഞാൻ ഇന്ന് തന്നെ പറയാലോ? വേണ്ട, നീ ശരിക്കും ആലോചിച്ചിട്ട് നാളെ പറഞ്ഞാൽ മതി.
നീ എന്ത് തീരുമാനിച്ചു? അല്ല, ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞതല്ലേ, എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. നീ ഇങ്ങനെ സുന്ദരിയായിട്ട് വിലസണ്ടോ? ആ, അയ്യോ അമ്മേ, ആ, ആ. ആ ചേച്ചി മരിച്ചുപോയോ? ഏയ്, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തയായിരുന്ന അവളെ ദൈവം വലിയൊരു കാര്യം ഏൽപ്പിച്ചു. അതെന്താ വലിയ കാര്യം? മനുഷ്യരെ പിടിക്കുന്ന വലിയ ഉത്തരവാദിത്തം. ഈ ഭൂമിയിലെ ഏറ്റവും സന്തോഷവതികളായ സ്ത്രീകളിൽ ഒരാളാണ് അവളിപ്പോൾ. ആ ചേച്ചി ഇപ്പൊ എവിടെയാ? ദാ അവിടെ. ജന്ന സിസ്റ്ററെ,